Hello friends, Meraki ഇന്നത്തെ വീഡിയോ കിഡ്സ് ഫ്രോക്ക് കളക്ഷൻ്റെ വീഡിയോ ആണ്. മെറാക്കിയുടെ യൂണിറ്റിൽ സ്റ്റിച്ച് ചെയ്ത് വരുന്ന ഐറ്റങ്ങളാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മളൊരു ഹോൾസെയിൽ പ്രൈസിലാണ് ഇത് നമ്മൾ സെല് ചെയ്യുന്നത്. അപ്പോൾ കളക്ഷൻസ് കാണാം. ഫസ്റ്റ് കളറ് ഈ നല്ലൊരു റാണി പിങ്കിലാണ്. നല്ലൊരു മെറ്റീരിയലാണ്. ഇപ്പോൾ നമ്മൾ യോക്ക് പോർഷനിൽ ട്രാൻസ്പെറൻ്റ് ആയിട്ട് കൊടുത്തിട്ട് യോക്കിൻ്റെ താഴെ വന്നിട്ടൊരു ഷേപ്പും കൂടി കൊടുത്തിട്ടുണ്ട്, ഒരു വി ഷേപ്പ് കൊടുത്തിട്ടുണ്ട്. അതുകൂടാതെ നല്ല കുഞ്ഞി ഗ്യാദറിങ്ങോട് കൂടിയിട്ടാണ് നമ്മൾ ഈ ഫ്രോക്ക് നെറ്റിലാണ് ചെയ്തിരിക്കുന്നത്. കറക്റ്റ് ലൈനിങ്ങോട് കൂടിയിട്ട് സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള ഒരു സ്റ്റിച്ചിങ്ങോട് കൂടി അതിൻ്റെ കറക്റ്റ് ലൈനിങ് സാറ്റിനിലാണ് നമ്മൾ ചെയ്തിരിക്കുന്നത്. കുട്ടികൾക്ക് വെയർ ചെയ്യാനായിട്ട് കുത്തലൊക്കെ ഒന്നും ഇല്ലാത്ത രീതിയിലാണ് നമ്മളിത് കറക്റ്റ് സ്റ്റിച്ചിങ് ചെയ്തിരിക്കുന്നത്. ഞാനിപ്പോൾ കാണിക്കുന്നത് സെയിം സൈസിലുള്ളതാണ്. ഇതൊക്കെ ഈ സൈസുകളൊക്കെ എന്ന് വെച്ചാൽ ഒറ്റ സൈസിൽ ഒറ്റ കളറിലേ ഉണ്ടാവുള്ളൂ. കണ്ടോ, ഇത് നല്ലൊരു റോയൽ ബ്ലൂ കളർ ഷെയ്ഡിൽ ത്രെഡ് വർക്ക് വന്നിട്ട് നെറ്റാണ് ഫാബ്രിക് വരുന്നത്. ഒറ്റ മെറ്റീരിയലാണ് ഇതിൽ വന്നിരിക്കുന്നത്. നല്ല കറക്റ്റ് സിബോർഡ് കൂടി, നല്ല ഇന്നർ സിബോർഡ് കൂടി, കൂടാതെ യോക്ക് പോർഷൻ ഇങ്ങനെ ട്രാൻസ്പെറൻ്റ് ആയിട്ടാണ് ചെയ്തിരിക്കുന്നത്. വെയർ ചെയ്യുമ്പോഴാണ് ഇതിന് കറക്റ്റ് ഭംഗി അറിയാൻ പറ്റുക. ഇപ്പോൾ ഒരു ഡെമിമൽ സെറ്റ് ചെയ്തപ്പോൾ തന്നെ നിങ്ങൾക്കത് അറിയാൻ പറ്റുന്നുണ്ടാവും. അതുകൂടാതെ ഈ സൈസിലും ചെറിയ കുട്ടികളുടെ സൈസ് തുടങ്ങിയിട്ടുള്ളതും നമുക്ക് ഷോപ്പിൽ അവൈലബിൾ ആണ്. അപ്പോൾ അടുത്ത വീഡിയോയിൽ ഓരോ സൈസ് അനുസരിച്ച് ഞാൻ ഓരോ വീഡിയോ ഇടുന്നതാണ്. നെക്സ്റ്റ് കളർ വരുന്നത് നേവി ബ്ലൂവിലാണ്. ഇതേപോലെ ട്രാൻസ്പെറൻ്റ് ആയിട്ട് നെക്കോട് കൂടി സ്ലീവ്ലെസ് ആയിട്ടാണ് നമ്മൾ ഈ പാറ്റേൺ ചെയ്തിരിക്കുന്നത്. നല്ല പാറ്റേൺ ആണ്. ഇതിപ്പോൾ ഒരു 3-4 വയസ്സ് ഏജുള്ള പിള്ളേർക്കൊക്കെ പറ്റിയൊരു ഐറ്റം ആണ്. നെക്സ്റ്റ് കളർ വരുന്നത് ലാവൻഡർ ഷെയ്ഡാണ്, ലൈറ്റ് ആയിട്ടുള്ള ലാവൻഡർ. അപ്പോൾ അതിൽ ഹെവി ആയിട്ടുള്ള മെറ്റീരിയൽ ആണ്. ഇതൊക്കെ നമുക്ക് ഇമ്പോർട്ടഡ് ആയിട്ട് വരുന്ന മെറ്റീരിയൽ ആണ്. എങ്കിൽ പോലും നമ്മൾ അഫോർഡബിൾ ആയിട്ടുള്ള നല്ല ഹോൾസെയിൽ പ്രൈസിലാണ് നമ്മളിത് ഷോപ്പിൽ അവൈലബിൾ ആക്കിയിട്ടുള്ളത്. നെക്സ്റ്റ് വരുന്നത് സെയിം മെറ്റീരിയലൊക്കെ തന്നെയാണ്. താഴെ ഭാഗം പ്ലെയിൻ വന്നിട്ട് യോക്ക് വരുന്നത് വർക്കായിട്ടുള്ള നെറ്റ് മെറ്റീരിയൽ കൊണ്ടാണ് വരുന്നത്. സീക്വൻസൊക്കെ ആയിട്ടുള്ള മെറ്റീരിയലാണ് യോക്ക് പോർഷനിൽ ചെയ്തിരിക്കുന്നത്. സെയിം പാറ്റേൺ ആണ് നമ്മൾ ഈ ഒരു വീഡിയോയിലെല്ലാം ചെയ്തിരിക്കുന്നത്. നെക്സ്റ്റ് വരുന്നത് പ്ലെയിൻ ആയിട്ടുള്ള ലാവൻഡർ ഷെയ്ഡ് നെറ്റിലാണ് വരുന്നത്. ഇതിൻ്റെ പാറ്റേണിലാണ് കുറച്ച് വ്യത്യാസം വന്നിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഒരു പ്രത്യേകത ഈ മെറ്റീരിയൽ ഈ ഒരു ഫ്രോക്കിനുണ്ട്. ഇതാ നെക്സ്റ്റ് കളർ കോൺട്രാസ്റ്റിലാണ്. ബ്ലാക്കും അതേപോലെ നമ്മൾ ഒരു ബേബി പിങ്കിലുമാണ് ചെയ്തിരിക്കുന്നത്. ബേബി പിങ്കും അല്ല, ലൈറ്റ് പീച്ച് ആയിട്ടുള്ള ഷെയ്ഡാണ്. നല്ലൊരു ഇന്നർ സിബോർഡ് കൂടിയൊക്കെയാണ് നമ്മൾ ചെയ്തിരിക്കുന്നത്. ഹെവി മെറ്റീരിയലാണ് യോക്ക് ഭാഗത്ത് നമ്മൾ കൊടുത്തിരിക്കുന്നത്. നെക്സ്റ്റ് കളർ ആഷ് കളറിൽ ഇങ്ങനെ ഡോട്ടായിട്ടുള്ള ഒരു സ്റ്റോൺ വർക്ക് വരുന്നുണ്ട്. ഫുൾ ആ മെറ്റീരിയൽ കൊണ്ട് തന്നെയാണ് ഇത് ചെയ്തിരിക്കുന്നത്. ഇതും ആ ഒരു പ്രൈസിൽ തന്നെയാണ് പോകുന്നത്. 750 മുതൽ 900-950 വരെയാണ് ഇതിൻ്റെ റേറ്റ് വരുന്നത്. ഇത് നമ്മൾ ജസ്റ്റ് ഹാൻഡ് വർക്കോട് കൂടിയിട്ടുള്ള ഫ്ലവറാണ് ചെയ്തിരിക്കുന്നത്. പീച്ച് ഷെയ്ഡിൽ നല്ലൊരു ഫ്ലവറൊക്കെ ചെയ്ത് സാറ്റിൻ കൊണ്ട് ഫ്ലവറൊക്കെ ഉണ്ടാക്കി നമ്മൾ ഷോപ്പിൽ തന്നെ ഉണ്ടാക്കിയിട്ടാണ് ഇത് ചെയ്തിരിക്കുന്നത്. നെക്സ്റ്റ് വരുന്നത് കോൺട്രാസ്റ്റ് ആയിട്ടുള്ള ലൈനിങ്ങോട് കൂടിയിട്ട് മേലെ ഭാഗം സ്കേർട്ട് പോർഷനിൽ കോൺട്രാസ്റ്റ് മെറ്റീരിയൽ കൊടുത്തിട്ടാണ് ചെയ്തിരിക്കുന്നത്. ഒരു ബ്ലൂ ഷെയ്ഡും ഓറഞ്ച് ഷെയ്ഡും നല്ലൊരു കളർ കോമ്പിനേഷനാണ്. പാറ്റേണും നല്ലതാണ്. നല്ലൊരു ബോക്ക് അറ്റാച്ച് ചെയ്തിട്ട് ഇതിൻ്റെ റേറ്റ് വരുന്നത് 1055 രൂപയാണ്. ഇതൊരു 5 വയസ്സിൻ്റെ പിള്ളേർക്കൊക്കെ ഉപയോഗിക്കാൻ പറ്റിയൊരു ഐറ്റമാണ്. അപ്പോൾ ഇത് പർച്ചേസ് ചെയ്യേണ്ടവർ വീഡിയോയിൽ 2 നമ്പർ കൊടുക്കേണ്ട, അല്ലെങ്കിൽ സ്ക്രീൻഷോട്ട് എടുത്താണ് പർച്ചേസ് ചെയ്യേണ്ടത്. കൂടാതെ ഒരുപാട് കളക്ഷനാണ് നമുക്ക് ഇപ്പോൾ സീസണായി വരുംതോറും കളക്ഷൻസ് കൂടി വരുള്ളൂ. അപ്പോൾ അതുകൊണ്ട് നമ്മളുടെ മെറാക്കിയുടെ കിഡ്സ് ഫ്രോക്കിൻ്റെ കളക്ഷൻ്റെ പേജും കൂടി ഉണ്ടാവും. അപ്പോൾ അത് നിങ്ങളൊന്ന് ഫോളോ ചെയ്യുക. നമ്മുടെ പേയ്മെൻറ്റ് ഓപ്ഷൻ മറക്കേണ്ട. ഗൂഗിൾ പേ, നെറ്റ് ബാങ്കിങ് ആണ്. കൊറിയർ വന്ന DTDC പോസ്റ്റിലാണ്. അപ്പോൾ നിങ്ങൾക്ക് അവൈലബിൾ ആയിട്ടുള്ള കൊറിയർ എന്താണെന്ന് വെച്ചാൽ നിങ്ങളൊന്ന് പ്രത്യേകം മെൻഷൻ ചെയ്യുക. വീഡിയോ പരമാവധി ഷെയർ ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോയുമായി അടുത്ത ദിവസം കാണുന്നത് വരെ ഓക്കെ, ബൈ.